129 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വളരെ സന്തോഷകരമായി ആത്മീയമായി ഈദുൽ ഫിത്റിന്റെ ദിനത്തിൽ സന്തോഷത്തോടുകൂടി നാം കഴിഞ്ഞുകൂടുന്ന ഒരാഘോഷ സുദിനത്തിലാണ് നമ്മളുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പുതുവർഷം പുതു വസ്ത്രം ധരിച്ചു എന്നത് നമുക്കൊരു സന്തോഷവും കുളിർമയും ഒക്കെ നൽകുവാനുള്ള കാരണം ഒരു പുതിയ മനസ്സിലും പുതിയ ശരീരത്തിലുമാണ് നാം പുതിയ വസ്ത്രം ധരിച്ചിട്ടുള്ളത് എന്നതാണ്. ഇന്നലെ വരെ വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, നീയാണല്ലോ മാപ്പ് നൽകുന്നവൻ, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹുവേ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്നാണ് നാം പ്രാർത്ഥിച്ചത്. നമ്മുടെ പ്രാർത്ഥന സത്യസന്ധവും ആത്മാർത്ഥതയുള്ളതും ആണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുപോയ പാപങ്ങളിലേക്ക് ഇനിയും തിരിച്ചു പോകാതെ അള്ളാഹുവുമായിട്ടുള്ള കരാറുകൾ വളരെ ആത്മാർത്ഥമായി പൂർത്തീകരിക്കുവാൻ നമ്മുടെ ഇനിയുള്ള ജീവിതവും കാലവും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. നമ്മുടെ മുൻകഴിഞ്ഞ ജീവിതം പോലെയാകില്ല ഇനിയുള്ള ജീവിതം എന്നതാണ് നാം റബ്ബിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെയായിരിക്കും എൻ്റെ ജീവിതം എന്ന പ്രതിജ്ഞ വളരെ ചുരുങ്ങിയ ആയുസ്സുള്ള ഈ ലോകത്തെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ദുർമാർഗത്തിലേക്ക് വഴി നടത്തരുത് റബ്ബേ എന്നതാണ് വിശ്വാസികളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന. നോമ്പിന്റെ കാലഘട്ടം എന്നത് നമുക്ക് നിയന്ത്രണങ്ങളുടെ കാലഘട്ടമായിരുന്നു. അത്രയും കാലം നാം ജീവിച്ചു പോന്ന ഒരു 11 മാസത്തെ ജീവിതത്തിലെ അനിയന്ത്രിതമായ ചില കാര്യങ്ങളിൽ നിയന്ത്രണം വച്ചിരുന്ന ഒന്നായിരുന്നു വ്രതം എന്നത്. നമ്മുടെ ഭക്ഷണത്തിന്റെ സമയം എന്നത് വ്യത്യസ്തമായിരുന്നു. വളരെ പെട്ടെന്നാണ് ഒരു അത്താഴത്തോടുകൂടി ഒരു പുതിയ സമയവും അതുപോലെ തന്നെ വ്രതം അവസാനിപ്പിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ സമയവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. പകൽ സമയങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് നമുക്ക് നിഷിദ്ധമായിരുന്നു. അനുവദനീയമായ ഭക്ഷണം നമ്മുടെ മുൻപിലുണ്ടെങ്കിലും എത്ര വിശന്നിട്ടും നമ്മളത് കഴിച്ചിട്ടില്ല. നല്ല ദാഹമുണ്ടായാലും യാത്ര പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് നാം വെള്ളം വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും പ്രായപൂർത്തിയെത്തിയ ആളുകൾ നോമ്പിന്റെ സമയത്ത് വെള്ളം കുടിച്ചിരുന്നില്ല. നമ്മുടെ നാവിനും നമ്മുടെ കണ്ണിനുമൊക്കെ നല്ല കടിഞ്ഞാണും നല്ല നിയന്ത്രണവുമായിരുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ, തീർത്തും നമ്മുടെ ജീവിതത്തിലെ വളരെ കർശനമായ ആ നിയന്ത്രണം നമുക്കാർക്കെങ്കിലും ഒരു പ്രയാസമായി തോന്നിയോ? നമുക്കാർക്കും ഒരു പ്രയാസമായി തോന്നിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് സന്തോഷമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെയുടെ ആ സന്തോഷം ഇന്ന് ഒരു പക്ഷേ അതിനേക്കാൾ നമുക്ക് സന്തോഷമുണ്ടാകും. നാളെ മുതൽ നമുക്ക് വ്രതത്തിന്റെ കാലഘട്ടത്തിൽ ലഭിച്ച സന്തോഷം മാനസികമായും ശാരീരികമായും നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇസ്ലാം പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്ന മതം. നമ്മൾ വലിയ അനുഗ്രഹീതരാണ്. നമ്മളൊക്കെ വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിന്റെ ഭാഗവാക്കാകിയതിൽ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി അൽഹംദുലില്ലാ എന്ന് പറയണം. അത് ഒരു തീവ്രമായ ആലോചനയിൽ നിന്നുള്ള അൽഹംദുലില്ലാ എന്നതല്ല. നമ്മുടെ മതത്തിന്റെ ഒരു പ്രത്യേകത, ഇതിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളുമുണ്ട്. വളരെ ചെറിയ കാര്യത്തിൽ പോലും നമ്മുടെ ദീനിൽ നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒന്നാണ്. നിയന്ത്രണങ്ങൾ തന്നെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ് എന്ന ആപ്തവാക്യങ്ങൾക്ക് പുതിയ തലമുറയിൽ വലിയ സ്വാധീനം ലഭിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ നിയന്ത്രണങ്ങൾ എന്നത്
അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ന് നാം സത്യസന്ധമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഹോളണ്ടിലെ ഫ്രീഡം പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു പാർലമെന്റ് മെമ്പർ ജോറം വാൻ ക്ലാവറൻ, അദ്ദേഹം ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ശക്തമായ ഇസ്ലാമിക വിമർശകനായിരുന്നു. ഇസ്ലാമിനെതിരെ അദ്ദേഹം കാര്യമായി വിമർശിച്ചിരുന്നത് ഇസ്ലാം എന്ന മതം ഒരുപാട് നിയന്ത്രണങ്ങളുള്ള മതമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അദ്ദേഹം പറഞ്ഞിരുന്നത് നാം ഒന്നിന്റെയും അടിമയാകാതെ ജീവിക്കണം എന്നതായിരുന്നു. നമുക്കെന്തിനാണ് നിയന്ത്രണങ്ങൾ, നമുക്കെന്തിനാണ് നിയമങ്ങൾ, നമ്മൾ ഒന്നിന്റെയും അടിമയാകരുത്, അങ്ങനെ നാം ഫ്രീ ആയി ജീവിക്കണമെന്ന് അദ്ദേഹം അതിശക്തമായി ഇസ്ലാമിനെ അദ്ദേഹം വിമർശിച്ചു. ഇസ്ലാം വർഗീയതയുടെ തീവ്രതയുടെ മതമാണ് എന്ന് അദ്ദേഹം ഉദ്ഘോഷിച്ചു. ശക്തമായ ഇസ്ലാമിക വിമർശകനായ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പലപ്പോഴും പാസാക്കിയിരുന്ന ചില കമന്റ്സുകളുണ്ട്. കാപട്യമില്ലാത്ത കളവാണ് ഇസ്ലാം, മുഹമ്മദ് എന്നത് ഒരു വക്രബുദ്ധിയാണ്, ഖുർആൻ എന്നത് ഒരു വിഷമയമാണ്. അങ്ങനെ അദ്ദേഹം ആ ഫ്രീഡം പാർട്ടിയുടെ മെമ്പർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇസ്ലാമിക വിമർശനത്തിനു വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി തന്റെ പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതാൻ തുടങ്ങി. ആ പുസ്തകം എഴുതി അദ്ദേഹം പുസ്തകം എഴുതാൻ പഠിക്കുന്നത് എന്താണ്? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ജീവിതമാണ്. ആ പുസ്തകം എഴുതി ഏകദേശം പകുതിയായപ്പോഴേക്ക് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകം ചീന്തി അദ്ദേഹം വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒന്നുണ്ട്, നമ്മളൊക്കെ പറയാറുള്ളത് ഒന്നിന്റെയും അടിമയാകരുത് എന്നതാണല്ലോ. അത് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, ഒന്നിന്റെയും അടിമയാകരുത് എന്ന്. എന്നാൽ അദ്ദേഹം പറയുന്നു മനുഷ്യർ പലതിന്റെയും അടിമകളാണ്. ചില ആളുകൾ വസ്ത്രത്തിന്റെ അടിമകളാണ്, ചില ആളുകൾ സ്ത്രീകളുടെ അടിമകളാണ്, ചില ആളുകൾ പണത്തിന്റെ അടിമകളാണ്, ചില ആളുകൾ ലഹരിയുടെ അടിമകളാണ്. എന്നാൽ ഇതിന്റെയൊക്കെ അടിമകളാകുന്നതിലൂടെ മനുഷ്യന് ആത്യന്തികമായി സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്, സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. മദ്യത്തിന്റെ അടിമയാകുന്നതോടുകൂടെ, ലഹരിയുടെ അടിമയാകുന്നതോടുകൂടെ സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പണത്തിന്റെ അടിമയാകുന്നതോടുകൂടെ അഹങ്കാരം പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. സ്ത്രീയുടെ അടിമയാകുന്നതോടുകൂടെ നിയന്ത്രണമില്ലാത്ത ജീവിതത്തിലേക്ക് കടന്നു പോകുകയും രോഗങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിനെ വിമർശിച്ചതിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ ഞാൻ ഇനി മുതൽ ഇസ്ലാമിന്റെ അടിമയാകുകയാണ്, ഞാൻ ഇനി മുതൽ അള്ളാഹുവിന്റെ അടിമയാകുകയാണ്. കാരണം അള്ളാഹുവിന്റെ അടിമയായാൽ, ഇസ്ലാം എന്ന മതത്തിന്റെ അടിമയായാൽ, ആ അടിമയാകുന്നതിലൂടെ ഈ ലോകത്ത് സന്തോഷമാണ് ലഭിക്കുന്നത്, ഈ ലോകത്ത് സമാധാനമാണ് ലഭിക്കുന്നത്, ഈ ലോകത്ത് അനിർവചനീയമായ സന്തോഷത്തിന്റെ അവസ്ഥയാണ് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം എന്ന മതം, ഇസ്ലാം എന്ന മതത്തിന്റെ നിയന്ത്രണങ്ങൾ, അതിന്റെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. നാം ഇന്ന് പറഞ്ഞ തക്ബീറിന്റെ ധ്വനികൾ, ഏകദൈവ വിശ്വാസത്തിന്റെ ധ്വനികൾ, അതൊരു വർഗീയമായ കാഴ്ചപ്പാടല്ല, അതൊരു വിഭാഗീയതയുടെ കാഴ്ചപ്പാടല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് വലിയവൻ, ഏകനായ സൃഷ്ടാവാണ് വലിയവൻ, ദൈവമാണ് വലിയവൻ, അവനല്ലാതെ ഒരു ആരാധ്യനില്ല, എല്ലാ സ്തുതിയും ആ അല്ലാഹുവിങ്കലേക്കാണ് എന്ന വചനം ജീവിതത്തിലേക്ക് സമാധാനമാണ് കൊണ്ടുവരുന്നത്, സന്തോഷമാണ് കൊണ്ടുവരുന്നത്. ചൂഷണമില്ലാത്ത ഒരു ജീവിത വ്യവസ്ഥയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട് വിശ്വാസത്തിന്റെ പേരിൽ, അതായത് അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ നാടാണ് നമ്മുടെ നാട്. എന്തിന്റെ പേരിൽ? ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, തന്റെ ഗർഭത്തിൽ പിറന്ന കുഞ്ഞിനെ അതിനിഷ്ഠൂരമായി
വിശ്വാസത്തിന്റെ പേരിൽ, അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. മനുഷ്യനെ പച്ചക്ക് മുറിച്ച് അത് ചട്ടിയിലിട്ട് വേവിച്ച് മനുഷ്യ മാംസം കടിച്ച നാടാണ് നമ്മുടെ നാട്. അത് മനുഷ്യ മാംസത്തോടുള്ള ആർത്തിയല്ല, മറിച്ചോ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ജിന്ന് ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞ് ആ ശരീരത്തിൽ നിന്ന് അതിനെ ഇറക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയും കാറും നൽകി പുരോഹിതനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഏക പെൺകുട്ടിയെ പുരോഹിതനാൽ അതിനിട്ടൂരമായി കൊലപ്പെടുത്തിയ നാടാണ് നമ്മുടെ നാട്. എന്റെയും എന്റെ ഭാര്യയുടെയും ജീവിതത്തിൽ സംഭവിച്ച നഷ്ടത്തിന്റെ കാരണം ഈ മുടിനീട്ടിയ പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിലെ 4 ആളുകളെ അതിനിട്ടൂരമായി കൊലപ്പെടുത്തിയ നാടാണ് നമ്മുടെ നാട്. അവിടെയാണ് എന്തിനാണ് വിശ്വാസം, എന്തിനാണ് ഏകദൈവ വിശ്വാസം? അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ. അവനാണ് വലിയവൻ, അവങ്കലേക്കാണ് നേർച്ച വഴിപാടുകൾ അർപ്പിക്കേണ്ടത് എന്ന ഏകദൈവ വിശ്വാസം മനുഷ്യ ജീവിതത്തിലേക്ക് നിർഭയത്വം കൊണ്ടുവരും. അവിടെ പേടിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമായി തീരും. അള്ളാഹുവല്ലാത്ത വ്യക്തികളെ, സൃഷ്ടികളെ, ശക്തികളെ ഭയപ്പെടാതെ ജീവിതത്തിന്റെ ആരാധനകൾ, നേർച്ചകൾ, വഴിപാടുകൾ അള്ളാഹുവിങ്കലേക്ക് അർപ്പിക്കാൻ സാധിക്കുമെന്നതാണ് ഇസ്ലാമിന്റെ പടി സ്വീകരിച്ചാലുള്ള സമാധാനം. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ലഹരി ബാധിച്ച തന്റെ മകനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിന്? ആ ലഹരിയിൽ നിന്നൊന്ന് മോചിതനാകാൻ, ആ ലഹരിയിൽ നിന്നൊന്ന് മോചിതനാകാൻ അവിടെ ജോലി ശരിപ്പെടുത്തി കൊടുക്കുന്നു. മകൻ എന്താ ചെയ്തത്? മകൻ തന്റെ പിതാവിനെ അതിനിട്ടൂരമായി കൊലപ്പെടുത്തുന്നു. ലഹരി കിട്ടാത്തതിന്റെ പേരിൽ തന്റെ ജനനത്തിന് കാരണമായി തീർന്ന പിതാവിനെ അതിനിട്ടൂരമായി കൊലപ്പെടുത്തി കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ആ പിതാവ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചെത്തുന്നു. മകൻ അവിടെ ഗൾഫ് നാട്ടിൽ ജയിലിൽ ആ മകൻ വസിക്കുകയും ചെയ്യുന്നു. ലഹരി ഉപയോഗിക്കണമെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുമെന്നത് മാത്രമല്ല, ഈ ലോകത്ത് സന്തോഷം ലഭിക്കാൻ, ഈ ലോകത്ത് സമാധാനം ലഭിക്കാൻ, ഈ ലോകത്ത് മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ നിങ്ങൾ ലഹരിയിൽ നിന്ന് മോചിതരാകണം എന്ന ഇസ്ലാമിന്റെ കൽപ്പന ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ ലോകത്ത് സ്വസ്ഥത ലഭിക്കും, സമാധാനം ലഭിക്കും. മകനോട് മാതാവ് പറയുന്നു, മകനെ ലഹരി ഉപയോഗിക്കരുത്. മകനും മകന്റെ പെൺസുഹൃത്തും ആ മാതാവിനെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി റോട്ടിലേക്ക് ഇറക്കുന്നു, ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റുന്നു. നാം വായിച്ച വാർത്തയാണ്. 5 പേരെ സ്വന്തം അനിയന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവനെ കൊണ്ടുപോയി ചുറ്റികയെടുത്ത് തലയിലടിച്ച് കൊലപ്പെടുത്തിയതടക്കം 5 പേരുടെ ജീവൻ അപഹരിച്ചതിന്റെ കാരണം ലഹരിയായിരുന്നു എന്ന് നമ്മളോട് വിളിച്ചു പറയുന്നു. മകളുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി, മകളെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ മകനെ പോറ്റി വളർത്തുന്നത് വല്യുമ്മയുമാണ്. മകനെ പോറ്റി വളർത്തുന്നു. ഒരു ദിവസം രാത്രി ഈ പേരമകൻ ഉമ്മയുടെയും ഉപ്പയുടെയും വാതിലിൽ മുട്ടുന്നു. അവർ വാതിൽ തുറക്കുന്നു. ഉപ്പയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു, ഉമ്മയുടെ കഴുത്തറുത്ത് സ്റ്റെയറിൽ വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. ലഹരി എന്നത് ജീവിതത്തിൽ നിന്നൊഴിവാക്കിയാലേ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ലഹരിയുടെ ഉപയോഗത്തിലൂടെ നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും കൊലയുമാണ് ഉണ്ടാകുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഖംറു, ലഹരി എന്നത് ഉമ്മുൽ ഫവാഹിഷി, മ്ലേച്ഛതയുടെ മാതാവാണ്. വഅക്ബറുൽ കബായിരി, വലിയ പാതകമാണ്. വമൻ ശരിബഹാ വഖഅല ഉമ്മിഹി വഅമ്മതിഹി വഖാലതിഹി, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഉമ്മയെ, സ്വന്തം അമ്മായിയെ, സ്വന്തം സഹോദരിയെ അവൻ പ്രാപിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ നിയന്ത്രണം എന്നത് നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പെരുന്നാളിന്റെ സന്തോഷത്തിലാണ് നാം ഉള്ളത്. ഈ സന്തോഷം എന്നത് ആളുകൾ കൂടുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. നമ്മളൊന്ന് കൂടുകയല്ല,
പോലെയല്ലേ എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിന്റെ അന്ന് പരസ്പരം വാശി പിടിച്ച് കഴിയുന്നവരുണ്ടാകും. ഈ പെരുന്നാളിന്റെ അന്ന് പരസ്പരം പിണക്കത്തോടുകൂടി കഴിയുന്നവരുണ്ടാകും. ഈ പെരുന്നാളിന്റെ അന്ന് സ്വന്തം ഭാര്യയോട് പിണങ്ങിയവർ, ഭർത്താവിനോട് പിണങ്ങിയവർ, ഭാര്യ ഭർത്തൃ പ്രശ്നത്താൽ രണ്ട് വീടുകളിലായി അല്ലെങ്കിൽ ഒരു വീടിലായി മക്കൾ കഴിയുന്നവരുണ്ടാകും. നമുക്ക് പൊറുക്കാൻ കഴിയണം, നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. മാതാപിതാക്കളുടെ വിട്ടുവീഴ്ചയിലൂടെ ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ഒരേ വീട്ടിൽ രണ്ടടുപ്പുകളുള്ള കുടുംബങ്ങൾ ഉണ്ടാകും. ഒരേ വീട്ടിൽ ഒന്ന് അമ്മായിയുമ്മക്കുള്ള അടുപ്പാണ്, ഒന്ന് മരുമകൾക്കുള്ള അടുപ്പാണ്, ഒന്ന് മൂത്തച്ചിക്കുള്ളതാണ്, ഒന്ന് നാത്തൂനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വീടിന്റെ അകത്ത് സന്തോഷമുണ്ടാകുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മുടെ ജനനത്തിന് കാരണമായി തീർന്നവരാണ്, നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നവരാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അങ്ങാടികളിലൂടെ പോകുമ്പോ വെറും 30 രൂപ മാത്രം കയ്യിലുള്ള മാതാക്കൾ കൂടെയുള്ള മകനോട് ഉമ്മ പറയും, ഉമ്മാക്ക് വെള്ളം വേണ്ട. ഉമ്മാക്ക് വെള്ളം വേണ്ടാഞ്ഞിട്ടല്ല, ഉമ്മ കൂടി വെള്ളം കുടിച്ചാൽ പിന്നെ ബസ്സിന് പണം ഉണ്ടാകില്ല. ആ മകന് ദാഹിച്ചു നിൽക്കുന്ന സമയത്തും ആ വെള്ളം വാങ്ങിക്കൊടുത്ത് ഉമ്മ വെള്ളം കുടിക്കാതിരുന്ന് ആ മകനോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ചെറുപ്പം മുതൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് കാണിച്ചതാണ്. ബസ്സില്ലാത്ത, വാഹനങ്ങളില്ലാത്ത, സൗകര്യമില്ലാത്ത, സമ്പത്തില്ലാത്ത, പ്രതാപമില്ലാത്ത കാലത്ത് തന്റെ മക്കൾക്കൊരു അസുഖമായാൽ തോളത്തു വെച്ച് കിലോമീറ്ററുകളോളം നടന്നുപോയി ഡോക്ടറെ കാണിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോയ മാതാപിതാക്കളുടെ കട്ടകാലത്തിന്റെ ഒരു കാലമുണ്ട്. ഉറങ്ങാത്ത രാത്രികൾ, മക്കൾക്ക് വേണ്ടി ഉറങ്ങാത്ത രാത്രികൾ. ഈ പെരുന്നാളിന് വരെ മക്കളെയും കൊണ്ട് ടെക്സ്റ്റൈൽസിലെത്തിയാൽ ഭാര്യക്ക് വാങ്ങിക്കൊടുക്കും, മക്കൾക്ക് വാങ്ങിക്കൊടുക്കും, പേരമക്കൾക്ക് വാങ്ങിക്കൊടുക്കും. അവസാനം പണം ബാക്കി എത്രയുണ്ട് എന്ന് നോക്കും. ഒരു പക്ഷേ ബാപ്പ എടുക്കാതെ പോരും, അല്ലെങ്കിൽ ഒരു ഷർട്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു തുണി എടുക്കും. ഒന്നും എടുക്കാതെ പോന്നാലും എന്റെ മക്കൾക്കായല്ലോ എന്ന് സന്തോഷിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു കാലത്ത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ആരോഗ്യമുള്ള കാലം അത് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനുള്ളതാകണം. അവരെ നാം വിഷമിപ്പിക്കരുത്, അവരോടൊപ്പം നാം സന്തോഷിക്കണം. അവർ മരണപ്പെട്ടു പോയാൽ നമ്മുടെ സങ്കടം എന്നത് അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും. എവിടേക്ക് യാത്ര പോകുമ്പോഴും എങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴും ഒരു വിളി നമ്മൾ പ്രതീക്ഷിക്കും. ആ വിളി നമ്മുടെ മാതാവിന്റെ വിളിയാണ്, നമ്മുടെ പിതാവിന്റെ വിളിയാണ്. പലപ്പോഴും ആ കോൾ, ആ ഫോൺ നമുക്ക് അസൗകര്യമായിരിക്കും. എന്നാൽ അവർ മരണപ്പെട്ടാൽ ആ കോളൊന്നു നിലച്ചാൽ, ആ കോളൊന്നു നിന്നാൽ ഒരു പിന്നോട്ടുള്ള വലിവുണ്ടാകും. അത് ഉമ്മയുടെ വിളി വന്നില്ലല്ലോ, ബാപ്പയുടെ വിളി വന്നില്ലല്ലോ, ഞാൻ നാളെ എത്താമെന്നുള്ള വിളി എന്നിൽ നിന്നുണ്ടായില്ലല്ലോ എന്ന ഒരു സങ്കടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അവരോട് ബാധ്യതകളും കടപ്പാടുകളും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് 18-19 വയസ്സുവരെ ഓരോ പെരുന്നാളിനും ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വസ്ത്രം എടുത്തു കൊടുത്ത ഈ പെൺകുട്ടി ഒരു 19 വയസ്സാകുമ്പോഴേക്ക് എവിടെ നിന്നെങ്കിലും കാണുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കോടതി വരാന്തകളിൽ ഞാൻ ഇനി അവന്റെ കൂടെയാണ് എന്ന് പറഞ്ഞിറങ്ങിപ്പോകുമ്പോ സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ, വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ ഓർക്കാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിധവകൾ, അനാഥകൾ, മിസ്കീനുകൾ, യതീമുകൾ അവരും നമ്മുടെ മക്കളെ പോലെയാണ്. 22-23 വയസ്സിലൊക്കെ വിധവയായി ഇനിയൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് മക്കളുടെ ഓരോ വളർച്ചയും കാത്തു നിൽക്കുന്ന ഭർത്താക്കന്മാരില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നാം ഈ ദിവസങ്ങളിലായി നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെയ്തു കൊടുത്ത സൗകര്യം എത്രയാണ്? എത്ര ദൂരമാണ് അവരുടെ കൂടെ നാം യാത്ര പോയത്? വസ്ത്രം നാം എടുത്തു കൊടുത്തില്ലേ? സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? ഒരാണിന്റെ സൗകര്യം ലഭിക്കാത്ത സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി നാം നന്മ ചെയ്യണം, അവരുടെ മാർഗത്തിൽ നാം പ്രവർത്തിക്കണം. ജിഹാദ് എന്ന് പറഞ്ഞ്, ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ജിഹാദ് എന്ന പദത്തെ വികൃതമാക്കുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ച ഒരു ജിഹാദുണ്ട്. അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവക്ക് വേണ്ടി, സാധുവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അവൻ ദൈവീക മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അതാണ് ജിഹാദ്. നന്മക്ക് വേണ്ടിയുള്ള
പരിശ്രമമാണ് ജിഹാദ്. പ്രിയപ്പെട്ടവരെ, വർഗീയത എന്നത് നമ്മുടെ നാടിനെ മുച്ചൂടും ബാധിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഇവിടെ വർഗീയതയെ മുളപ്പിക്കുന്നവർ, അവർക്കറിയാം മുസ്ലിങ്ങൾ പ്രശ്നക്കാരല്ല എന്നവർക്കറിയാം. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന ഇതര സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളാൽ അവർക്ക് ലഭിക്കുന്ന സഹായങ്ങളെ കുറിച്ച് ഇവിടെയുള്ള ഇതര മതസ്ഥരായ ആളുകൾക്ക് ബോധ്യമുണ്ട്. അവർ നമ്മെ തിരിച്ചറിഞ്ഞവരാണ്, ഒന്നിച്ചു വളർന്നവരാണ്, ഒന്നിച്ച് കളിച്ചവരാണ്, ഒന്നിച്ചു പഠിച്ചവരാണ്, ഒന്നിച്ചുറങ്ങിയവരാണ്, ഒന്നിച്ചുണ്ടവരാണ്. അവർക്കറിയാം നമ്മൾ ആരാണ് എന്ന്. എന്നാൽ അവരുടെ മനസ്സുകളിലേക്ക് വരെ സോഷ്യൽ മീഡിയയുടെ വിഷം വമിപ്പിക്കുന്ന അപകടകരമായ ഒരു കാലത്ത് നാം വർഗീയമായി ചിന്തിക്കണം എന്നതാണ് ഇവിടെയുള്ള ഫാസിസം വിചാരിക്കുന്നത്. നമ്മളൊന്ന് വർഗീയമായി ചിന്തിച്ചാൽ, നമ്മളൊന്ന് വിഭാഗീയമായി ചിന്തിച്ചാൽ, നമ്മളൊന്ന് ചേരിതിരിഞ്ഞു നിന്നാൽ അവരുടെ ശ്രമം എളുപ്പമാകും. പ്രിയപ്പെട്ടവരെ, അവിടെ ഖുർആൻ നമ്മെ സ്വാധീനിക്കേണ്ടതുണ്ട്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിന്നോട് തിന്മയിൽ വർത്തിക്കുന്നവനോടും നീ നന്മയിൽ വർത്തിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും അവർക്കുമിടയിൽ ശത്രുതയുണ്ടെങ്കിലും കഅന്നഹു വലിയുൻ ഹമീം, അവർ നിങ്ങളുടെ ഉറ്റമിത്രമായി തീരുമെന്നാണ്. സഹോദരങ്ങളെ, വർഗീയത പടരുന്ന ഒരു കാലത്ത് സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, സന്തോഷത്തിന്റെ, ഈദിന്റെ സന്ദേശം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഈ കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്. സഹോദരങ്ങളെ, നാം സന്തോഷത്തോടുകൂടി ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ്, നിർഭയത്വത്തോടുകൂടിയാണ് നാം ഇരിക്കുന്നത്. ഒരു ബോംബും വന്ന് വീഴുന്നതിനെ നാം ഭയപ്പെടുന്നില്ല. ഇത് കഴിഞ്ഞാൽ സുലഭമായ ഭക്ഷണം, ആർഭാടപൂർവമായ ഭക്ഷണം നമുക്ക് കഴിക്കാനുണ്ട്. നമുക്ക് വാഹനങ്ങളുണ്ട്, നമുക്ക് ഭാര്യമാരുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് സുഹൃത്തുക്കളുണ്ട്, നമുക്ക് ആഘോഷമുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന നാട്, ആ നാട്ടിലേക്ക് ഫലസ്തീനികൾ കയറി ചെന്നവരല്ല. എല്ലാവരും ആട്ടിപ്പുറത്താക്കിയപ്പോൾ, ഇസ്രായേലിലെ ജൂത സമൂഹത്തെ എല്ലാവരും ഒഴിവാക്കിയപ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഫലസ്തീനികൾക്കുള്ളത്. അള്ളാഹു അനുഗ്രഹിച്ച നാടാണത്. എന്തുകൊണ്ടും അവർ സമ്പന്നരാണ്. സൗന്ദര്യം കൊണ്ട് അവർ സമ്പന്നരാണ്. ആ നാടിന്റെ ധന്യത കൊണ്ട് അവർ സമ്പന്നരായിരുന്നു. ആ നാട്ടിൽ പൊളിഞ്ഞു വീണ കെട്ടിടങ്ങൾക്കിടയിലാണ് അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അവരുടെ കൂടെ മാതാവില്ല, പിതാവില്ല, ശരീരത്തിന്റെ അവയവങ്ങൾ പോലും പൂർണ്ണമായിട്ടില്ലാതെയാണ് നമ്മുടെ സഹോദരങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ഉയർന്നു കേൾക്കുന്ന ബാങ്കുലികളില്ല, ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളിൽ വരെ ബോംബ് വർഷിച്ച് മനുഷ്യരെ അതിനുക്രൂരമായി കൊലപ്പെടുത്തുന്ന, ലോക കോടതിയുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന, ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ സഹോദരങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവർ തിരിച്ചു വരും. അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കാണ്, വിശുദ്ധ ഇസ്ലാമിന്റെ വാക്കാണ്. അവർ തിരിച്ചു വരും, അവർ അതിജയിക്കും. അവർ ആ നാട്ടിൽ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടും. വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മനുഷ്യന്റെ നിസ്സാരത എന്നത് സെക്കൻഡുകൾ മതി നമ്മുടെ അഹങ്കാരമില്ലാതാകാൻ. അവനെ അങ്ങ് ശരിയാക്കി കളയാം എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഒരു വിഭാഗത്തെ അങ്ങ് ഉന്മൂലനം ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു സെക്കൻഡ് ഉണ്ടായാൽ ഈ ലോകത്തിന്റെ, ഈ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ ക്രമമാകെ മാറും. സെക്കൻഡുകൾ മാത്രമാണ് അവിടെ ഭൂചലനം ഉണ്ടായത്. എത്ര മനുഷ്യരാണ് മരിച്ചുപോയത്, എത്ര സഹോദരങ്ങളാണ് കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആഘോഷമെന്നത് അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ആഘോഷമെന്നത് അർത്ഥവത്തായ ആഘോഷമാണ്. ഏതെങ്കിലും കെട്ടുകഥകളിൽ നിന്നുള്ള ആഘോഷമല്ല, എവിടെയെങ്കിലും വെറുതെ എഴുതി വെച്ച ആഘോഷമല്ല. 29
ദിവസം നാം വ്രതമനുഷ്ഠിച്ചു, നാം നല്ലവരായി എന്ന സന്തോഷമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഘോഷം അതിരുകവിഞ്ഞു പോകരുത്. പലസ്തീനിന്റെ മണ്ണിൽ ബോംബ് പൊട്ടുന്ന സമയത്താണ് കോഴിക്കോടിന്റെ മണ്ണിൽ പടക്കം പൊട്ടിച്ച് മുസ്ലിം ചെറുപ്പക്കാർ ആഘോഷിച്ചത്. രണ്ട് സഹോദരങ്ങളുടെ കൈകൾക്ക് പരിക്ക് പറ്റിയത്. സഹോദരങ്ങളെ, ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണോ അത് ഞാൻ ചെയ്യില്ല എന്ന് മാത്രമല്ല, അതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഈദിന്റെ ആഘോഷം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുവാൻ കുടുംബത്തോടൊപ്പം, ഭാര്യമാരോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, ഇതര മതസ്ഥരായ സഹോദരങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുമായും സൗഹൃദം പങ്കിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സന്തോഷത്തോടുകൂടി ഈ ഈദിന്റെ സുദിനത്തെ കഴിച്ചുകൂട്ടാൻ റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹുവേ നീ ബർസഖിയായ ലോകത്ത് നന്മ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസപ്പെടുന്നവർ, രോഗികൾ, കഷ്ടപ്പെടുന്നവർ, മാനസികമായി പ്രയാസപ്പെടുന്നവർ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, തിന്മയിലേക്ക് വഴുതിപ്പോകാൻ ഒരുപാട് സാധ്യതകൾ സാഹചര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഈ ലോകത്ത് നന്മയിൽ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശമനം പ്രദാനം ചെയ്യണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.